പിതാവിൽ നിന്നും ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ പ്രതിയുടെ അതിക്രമം. വീടിനകത്ത് കയറി അക്രമം നടത്തിയ പ്രതി വീട് പൂട്ടി പെൺകുട്ടിയെയും കുടുംബത്തെയും പുറത്തു നിർത്തി. വീട്ടിൽ സൂക്ഷിച്ച സ്വർണവും പണവും നഷ്ടമായിട്ടുണ്ട്. കുന്നമംഗലം പോലീസ് എത്തി പൂട്ട് തകർത്ത് കുടുംബത്തെ അകത്ത് കയറ്റിയെങ്കിലും അതിക്രമം നടന്നെന്ന പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. സെപ്റ്റംബറിലാണ് സ്വന്തം വീടിനകത്ത് വെച്ച് പെൺകുട്ടി പിതാവിന്റെ ലൈംഗിക അതിക്രമത്തിനിരയായത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പിതാവിനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തുവെങ്കിലും പ്രതി പിന്നീട് ജാമ്യം നേടി. കോടതിയിൽ നിന്ന് സംരക്ഷണ ഉത്തരവ് നേടിയാണ് പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ വീട്ടിൽ കഴിയുന്നത്. ഇവർ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് പ്രതി മറ്റൊരാൾക്കൊപ്പം വീടിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയതെന്നാണ് പരാതി. പൂട്ടിട്ടിട്ട് ബാക്കുകൾ പൂട്ടിയതാണ് വീട്. അപ്പോൾ ആ വീട് പൂട്ട് തുറന്നിട്ട് വേറൊരു പൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മുറ്റത്തേക്ക് കിടക്കുന്ന ഗേറ്റ് അടിച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ കയറിയെന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്. വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് പൈസയും അതുപോലെ എൻ്റെയും എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. അവളുടെ ഓർണമെന്റ്സ് ഇവിടെ കാണുന്നില്ല. ഞങ്ങളിവിടെ വെച്ച് പോയതിന് ശേഷം അവരെ വീട്ടിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഓർണമെന്റ്സ് കാണുന്നില്ല. പിന്നെ ഞങ്ങളെ CCTV കാണുന്നില്ല. അപ്പോൾ അവരായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കുന്നമംഗലം പോലീസ് എത്തി പൂട്ടുപൊളിച്ചാണ് പെൺകുട്ടിയെ അകത്ത് കയറ്റിയത്. പ്രതിയായ പിതാവ് ഇപ്പോൾ താമസിക്കുന്നത് ഇവരുടെ വീടിന് സമീപമാണ്. ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് പെൺകുട്ടി. ഇവിടെ സുരക്ഷിതല്ലാന്ന് തോന്നുന്നത്. കാരണം ഇവരെപ്പോഴും വരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ തീരെ സേഫ് അല്ലല്ലോ. അങ്ങനെ ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോവാണെങ്കിലൊക്കെ അങ്ങോട്ടേക്ക് പോകാനൊക്കെ വേണം. വീട്ടിൽ അതിക്രമം നടന്നതായി കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും ഇവർ പറയുന്നു. കൊടുത്ത പെറ്റീഷൻ നോക്കാൻ പോലുള്ള മനസ്സാണ് സാറ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സമയം കുട്ടികളെ കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അതേസമയം പ്രതിക്ക് വീട്ടിൽ കയറാൻ കോടതി അനുകൂല ഉത്തരവുണ്ടായിട്ടുണ്ടെന്നും ഇതേ തുടർന്നാണ് കേസെടുക്കാനുള്ള പരിമിതിയെന്നും കുന്നമംഗലം പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.